ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വൻപയറും കൊണ്ട് ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കിയല്ലോ. അതിനായിട്ട് 2 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു കൈപ്പിടിയോളം ചെറുള്ളി അരിഞ്ഞത്, ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി, കുറച്ച് കറിവേപ്പില, ഒരു 4 കപ്പൽമുളക് പൊട്ടിച്ചത് കേട്ടോ. ഇനി ഈ ഒരു പുളി നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ സോക്ക് ചെയ്ത് ഈ പുളി അങ്ങ് മാറ്റിക്കളയുക. അതിൻ്റെ നീര് മാത്രം മതിയാവും കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ വൻപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 മണിക്കൂറോളം കുതിരാൻ വെച്ച വൻപയറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പിട്ട് കൊടുത്താൽ വേഗത്തിൽ അങ്ങ് കുക്കാകത്തില്ല, സമയമെടുക്കും. അപ്പോൾ ഇതിന് നമുക്ക് ഒന്ന് കുക്കാവട്ടെ പയർ. അപ്പോൾ പയറൊക്കെ ഈ ഒരു പാകത്തിന് കുക്കായി വരണം കേട്ടോ. ഈ ഒരു പാകത്തിന് കുക്കായി വന്നാൽ മതിയാവും. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കാം. കടുക് പൊട്ടിച്ച് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കപ്പൽമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ സോക്ക് ചെയ്ത പുളിവെള്ളം ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ച പയറുണ്ടല്ലോ അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്.